ബീഹാറിൽ ഒരു കളം പിടിക്കുക, അതാണ് ഇനി ഇന്ത്യ സഖ്യത്തിന്റെ ലക്ഷ്യം. കാരണം തറക്കല്ലിട്ടവൻ തന്നെ ചതിച്ചു എന്ന കണക്കായിരുന്നു നിതീഷ് കുമാർ ഇന്ത്യ സഖ്യത്തെ ചതിച്ചുകൊണ്ട് BJPക്കൊപ്പം നിന്നത്. അതുകൊണ്ട് തന്നെ ചതിച്ചവരെ മറുചതിയിലൂടെ തകർക്കാനാണ് ഇന്ത്യ സഖ്യത്തിന്റെ തീരുമാനം. അതിനായി RJD നേതാവ് ലാലു പ്രസാദ് യാദവ് വണ്ടി കയറി കഴിഞ്ഞു. വയസ്സന്റെ പാർട്ടി എന്ന നിലയ്ക്ക് ഇന്ത്യയെ പൂർണ്ണമായും ഒഴിവാക്കി നിർത്തുന്ന പശുപതി കുമാർ പരാസിൽ നിന്നും തുടങ്ങുവാനാണ് ലാലുവിന്റെ തീരുമാനം. നിലവിൽ ബീഹാറിൽ NDAയുടെ ഭാഗമായ രാഷ്ട്രീയ ലോക് ജനശക്തി പാർട്ടിയുടെ തലവനാണ് പശുപതി. ഇക്കഴിഞ്ഞ മകരസംക്രാന്തിക്ക് വിരുന്നിന് ക്ഷണിച്ചതിനെ തുടർന്ന് ലാലു പ്രസാദ് യാദവ് അവിടെ എത്തുകയും അവർ തമ്മിൽ ചില കാര്യങ്ങൾ ചർച്ച നടക്കുകയും ചെയ്തു. കേന്ദ്രമന്ത്രി ചിരാഗ് പസ്വാന്റെ അമ്മാവനാണ് ഈ പശുപതി എന്നതാണ് ഇവിടുത്തെ ശ്രദ്ധേയമായ കാര്യം. അവർ ഒരുമിച്ചിരിക്കുമ്പോൾ മരുമകൻ തന്നെ അപമാനിച്ചു എന്ന് അവകാശപ്പെട്ട അമ്മാവൻ രാഷ്ട്രീയത്തിലെ എല്ലാ ഓപ്ഷനുകളും ഇപ്പോൾ തിരഞ്ഞു വരികയാണ്. അപ്പോഴാണ് വീണ് കിട്ടിയ ലോട്ടറി പോലെ ലാലുവിന്റെ വരവ്. ഞാൻ എന്നെ തന്നെ NDA പങ്കാളിയെ കണക്കാക്കുന്നു, എന്നാൽ BJP എന്നെ കൈവിട്ടതായി തോന്നുന്നു. പാർട്ടി ഇപ്പോൾ എല്ലായ്പ്പോഴും ബീഹാറിൽ 5 ഘടകകക്ഷികളെ കുറിച്ച് മാത്രമാണ് സംസാരിക്കാറുള്ളത്. എന്നെ ഒരിക്കലും കണക്കാക്കിയിട്ടില്ല. മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ JDU, ചിരാഗ് പസ്വാന്റെ ലോക് ജനശക്തി പാർട്ടി, കേന്ദ്രമന്ത്രി ജിതിൻ റാം മാഞ്ചിയുടെ ഹിന്ദുസ്ഥാനി ആവാം മോർച്ച, രാജ്യസഭ MP ഉപേന്ദ്ര കശ്വാന്റെ രാഷ്ട്രീയ ലോക് മോർച്ച എന്നിവ ഉൾപ്പെടുന്ന ബീഹാറിലെ NDA നയിക്കുന്നത് BJP ആണ്. പരേസ് തന്റെ പരേതനായ സഹോദരൻ റാം വിലാസ് പസ്വാൻ സ്ഥാപിച്ച ലോക് ജനശക്തി പാർട്ടിയിലെ പിളർപ്പിന്റെ ഫലമായി നിലവിൽ വന്ന രാഷ്ട്രീയ ലോക് ജനശക്തി പാർട്ടിയുടെ തലവനാണ്. സ്ഥാപകന്റെ മകൻ ചിരാഗ് ആണ് LJP നയിച്ചത്. മറ്റെല്ലാ MPമാരും പരാസിന് പിന്നിൽ അണിനിരുന്നത് കൊണ്ട് തന്നെ ഒറ്റപ്പെട്ടു. അദ്ദേഹത്തിന് കേന്ദ്രമന്ത്രിസഭയിൽ സ്ഥാനവും ലഭിച്ചു. എന്നിരുന്നാലും കഴിഞ്ഞ വർഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ചിരാഗിനെ പിന്തുണച്ചത് പ്രതിഷേധ സൂചകമായി മന്ത്രിസഭയിൽ നിന്നും രാജിവെക്കാൻ കാരണവുമായി. അന്തരിച്ച പസ്വാൻ രാജ്യസഭയിൽ പ്രവേശിക്കാൻ തെരഞ്ഞെടുത്തതിന് ശേഷം അദ്ദേഹം പ്രതിനിധീകരിച്ച ഹാജിപൂർ ഉൾപ്പെടെ പരാസിന്റെ പാർട്ടിക്ക് മത്സരിക്കാൻ സീറ്റുകളൊന്നും ലഭിച്ചില്ല. ചിരാഗ് ആണെങ്കിലോ 2024 തന്റെ പരേതനായ പിതാവിന്റെ പോക്കറ്റായ ബറോയിൽ നിന്നും വിജയിക്കുകയും കേന്ദ്രമന്ത്രിസഭയിൽ ഇടം നേടുകയും ചെയ്തു. അതേസമയം പരാസിനോട് തന്റെ അനന്തരവനുമായി ഒത്തുകളിക്കാൻ BJP ഉന്നത നേതൃത്വം പറഞ്ഞതായിട്ടും ഉണ്ടായിരുന്നു. പക്ഷേ അവർ ഒരുമിച്ചിരിക്കുമ്പോൾ മരുമകൻ തന്നെ അപമാനിച്ചു എന്ന് അവകാശപ്പെട്ട് വേർപിരിഞ്ഞ അമ്മാവൻ ഇപ്പോൾ മറ്റു പാർട്ടിയിലേക്ക് ചേക്കേറാൻ കൂടുതൽ നടക്കുകയാണ്. എന്റെ പാർട്ടി ബീഹാറിലെ 243 നിയമസഭാ മണ്ഡലങ്ങളിലും സംഘടനാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുകയാണ്. ഏത് സഖ്യത്തോടാണ് തന്റെ പാർട്ടി യോജിക്കുക എന്നത് തങ്ങളുടെ പാർലമെന്ററി ബോർഡ് യോഗം നടക്കുമ്പോൾ അറിയാൻ കഴിയും. ഇതായിരുന്നു പരാസിന്റെ മറുപടി. കൂടാതെ നിതീഷിനെ കളത്തിലെത്തിക്കാനുള്ള നടപടികളും ലാലു പ്രസാദ് യാദവ് തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. നിങ്ങൾക്ക് മുന്നിൽ ഇന്ത്യ സഖ്യത്തിന്റെ വാതിൽ എപ്പോഴും തുറന്നു കിടക്കുന്നുണ്ടെന്ന് കഴിഞ്ഞ ദിവസം അവർക്ക് പറഞ്ഞത് NDAനെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. BJPയുമായും നിതീഷിന്റെ ബന്ധം കൂടുതൽ വഷളാക്കുന്നതിനാൽ RJD വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. NDAയുമായി പിരിയാൻ നിതീഷ് തീരുമാനിക്കുകയാണെങ്കിൽ ഗോൾ പോസ്റ്റ് അത് RJDയുടെ കയ്യിലാണ്. ഈ അഭ്യൂഹങ്ങൾക്കിടയിലാണ് BJP MP ഗിരിരാജ് സിംഗ്, RJD നേതാവ് തേജസ്വി യാദവ്, JDUവിന്റെ സഞ്ജയ് ഝാ എന്നിവരുൾപ്പെടെ പാർട്ടിക്ക് പരിധിക്കപ്പുറമുള്ള നേതാക്കളിൽ നിന്നും നിതീഷ് ഭാരതരത്ന നൽകാനുള്ള ആഹ്വാനങ്ങൾ ഉയർന്നു വന്നത്. ഇതൊക്കെ വലിയ പ്രതീക്ഷകളാണ് ഇപ്പോൾ RJDക്ക് നൽകുന്നത്. ഇതോടെ ബീഹാറിൽ ഒരു അടിത്തറ രൂപപ്പെടുത്താൻ ലാലു പ്രസാദ് യാദവിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ സഖ്യം തയ്യാറായി കഴിഞ്ഞു.